ആമിൻ താത്ത, ആമിൻ താത്ത. ചായ ആയോ? അവിടെ പോയി കുത്തിരിക്കും നാരായണ. ചായ ഞാൻ അപ്പൊ കൊണ്ടുവരാം. നാരായണ, ഇന്ന് തേങ്ങവലി നേരത്തെ കഴിഞ്ഞോ? നേരത്തെ കഴിഞ്ഞു. എന്തേ വെളിച്ചപ്പാടെ കഴിക്കേറ്റ് നായി ഓടിച്ചോ? ആടോ, ഇഞ്ഞെന്താ ആമിന പിറുപിറുക്കണേ? ഞാൻ അപ്പൊ കൊണ്ടോരേ. അതൊന്ന് വേഗം എടുത്ത ആമിന, എന്നിട്ട് വേണം പുറത്ത് നിൽക്കണ ഗുളികനൊന്ന് കൊടുക്കാന്. അതിന് ഞാൻ ഇവിടെ വെറുതെ നിക്കൊന്നല്ലോ. ഇതാ നിങ്ങൾ അങ്ങോട്ട് കൊടുത്തൂടി. ഞാൻ 3 ഗ്ലാസ്സിലും എടുത്തോ. മമ്മതേ, മാസേ, കുമാരനെ കുടിയനെന്നൊന്നും പറഞ്ഞ് കളിയാക്കരുത്. അദ്ദേഹം ഒരു കാലത്ത് നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ കലാ സാംസ്കാരിക മേഖലകളിലൊക്കെ സജീവമായി പ്രവർത്തിച്ചിരുന്ന ആളാണ്. പിന്നെ അദ്ദേഹം പ്രണയിച്ച് വിവാഹം കഴിച്ചു. അതിനുശേഷം കുറെ കഴിഞ്ഞപ്പം ഭാര്യ അദ്ദേഹത്തെ വിട്ടുപോയി. പിന്നൊരു മകനുണ്ടായിരുന്നു. മകനും നാട് വിട്ടുപോയി. പിന്നെ അതിനുശേഷമാണ് അദ്ദേഹം ഈ അവസ്ഥയിലേക്ക് എത്തിയത്. മമ്മതേ, ഇത് അത്ര നല്ല ഏർപ്പാടല്ലോ. ഇതങ്ങനെ ശീലായാലേ അനക്കൊരു ബുദ്ധിമുട്ടാവൂത്. വിളിച്ചപ്പാടെ, ഓനിക്കൊരു ചായ കൊടുത്താലേ ഞമ്മക്കത് റാഹത്താവുള്ളൂ. ഓനൊരു പാവാണെന്ന്. മമ്മതേ, പോയി വരട്ടോ, അന്നേരം തരാ പൈസ. ആയിക്കോട്ടെ. കുമാരാ, ഈ ചായ ഒടിച്ചെങ്കിലേ അപ്പുറം പോയിട്ട് ആ വിറകൊക്കെ ഒന്ന് കീറിയിട്. ആ നോട്ടത്ര വലിയ സുഖമുള്ളതല്ലോ വിളിച്ചപ്പാടെ. പിന്നെ മാസേ, പത്രത്തിൽ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? അതായത് പത്രത്തിലൊരു പ്രധാന സംഭവം ഉണ്ടായിട്ടുണ്ട് മമ്മതേ. നമ്മുടെ സിറ്റിയിൽ നിന്ന് മയക്കുമരുന്ന് കഴിച്ച് അടിപിടി കൂടിയ 3-4 ചെറുപ്പക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്റെ പഠിച്ചോനെ, അതൊക്കെ നമ്മുടെ നാട്ടിലുള്ള കുട്ടികളാ. നല്ല കാര്യമായി പോയി. നമ്മളെ നാട്ടിലെ കുട്ടികളും ഉമ്മാരി പണി തുടങ്ങിയോ? പറഞ്ഞിട്ട് കാര്യല്ലാന്ന്. പുറത്തുപോയി പഠിക്കുന്ന ആണും പെണ്ണും ഒക്കെ കണക്കന്നെയാ. എന്റെ റബ്ബേ, നമ്മളെന്താ കേക്കണ്? ഞാൻ എത്ര കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ടെന്നറിയോ മമ്മതേ? അവരൊക്കെ നല്ല നിലയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. അന്നൊന്നും ഇങ്ങനത്തെ ഒരു ഏർപ്പാടും ഇല്ലായിരുന്നു. അല്ല മാസേ, നമ്മളെ ബാലന്റെ മോളും ഡോക്ടർ ഹോം പഠിക്കാൻ പോയതല്ലേ? അത് ഏത് നാട്ടിലാണെന്ന് ആർക്കറിയാ? അവിടെയും കിട്ടും നല്ല സ്വയംഭ സാധനം. ഈ ആ കരിനാക്കൊണ്ടൊന്നും പറയല്ലടാ. ഓൾ അങ്ങനത്തോളൊന്നുമല്ല. നീ അപ്പുറം പോയിട്ട് ആ വിറകൊക്കെ ഒന്ന് കീറിയിട്. കുമാരാ, എന്തൊക്കെയാ വിശേഷങ്ങള്? അമ്മതേ. ആചാരേ, അസ്സലാമു അലൈക്കും. വഅലൈക്കും ഇസ്ലാം. ആചാരേ ഇരിക്കി. ആചാരേ. വെളിച്ചപ്പാടെ. മാഷേ. ആചാരം. ആചാരേ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നമ്മളൊരു സന്തോഷ വർത്തമാനം പറയാൻ വേണ്ടി വന്നതാണ്. എല്ലാരും കേൾക്കണം. ആമിന, ഇനി ഇങ്ങോട്ട് വാ, ഇയും കേൾക്കണം. എന്താണ് ആചാര്യ ആ സന്തോഷ വാർത്ത? അല്ല, നമ്മുടെ ബാലനെ 2 ദിവസമായല്ലോ കണ്ടിട്ട്. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടായിരുന്നോ? ബാലന് ഒരു ശില്പത്തിന്റെ പണി തീർക്കാനുണ്ട്, അതിന്റെ തിരക്കിലാ. നിങ്ങളുടെ കാര്യം പറയേ ആചാര്യ. പറയാം. ആമിന, ഇജ്ജ് ഇന്നത്തെ കച്ചവടമൊക്കെ നിർത്തിയോ? ആയിക്കോട്ടെ, അതിനിപ്പോ എന്താ? നമ്മളെ ഇല്ലിക്കൽ ഗ്രാമത്തില് ആദ്യമായിട്ടൊരു ഡോക്ടർ വരിക. അതാരാന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? നമ്മളെ ബാലന്റെ മോള് അമ്മു. അല്ല പഠിച്ചോനെ, നമ്മളെന്താ കേക്കണ്? ഇത് ബാലനൊന്ന് അറിയിക്കണ്ടേ? അറിയിക്കണോ? അമ്മുവിന്റെ വരവ് ഈ നാടിന്റെ ഒരു ആഘോഷാക്കി മാറ്റണ്ടേ? ഈ വിവരം ആചാര്യക്ക് എപ്പോഴാ കിട്ടിയത്? ഇന്നലെ രാത്രി എനിക്കൊരു ഫോൺ വന്നതാ. അവിടെ എന്തൊക്കെയോ ബഹളങ്ങൾ നടക്കുന്നുണ്ട്. ഒന്നും മനസ്സിലാവുന്നില്ല. എന്തോ ആഘോഷം നടക്കുന്നതെന്നാ തോന്നുന്നു. അങ്ങോട്ട് വിളിച്ചിട്ടും ഇങ്ങോട്ട് വിളിച്ചിട്ടും ഒന്നും കിട്ടുന്നില്ല. എൻ്റെ ഫോണിന് എന്തോ കംപ്ലൈന്റ് ആയിട്ടാണെന്നാ തോന്നുന്നു. എന്നാലേ എല്ലാരും വരി, നമുക്ക് ബാലന്റെ വീട്ടിൽ പോവാ. മമ്മതേ, കട പൂട്ടിക്കാളി, എല്ലാവരും ബാലന്റെ വീട്ടിലേക്ക് നടന്നോളി. കേട്ടോ, ഞാൻ പീടിയ പൂട്ടി ഇപ്പം അങ്ങോട്ട് വരാം.
രജനിയെ ഒന്ന് പെട്ടെന്ന് നോക്കിട്ടോ, 2 ദിവസം കൊണ്ട് കൊടുക്കാനുള്ളതല്ലേ, പിന്നെ അത് ഉണങ്ങും വേണമല്ലോ. അതൊക്കെ ഉണങ്ങി കിട്ടും ബാലേട്ടാ. ഈ ഒരു കട്ടൻ ചായ എടുത്താ. ആയിക്കോട്ടെ, അപ്പൊ കൊണ്ടുവരേ. എന്തോ ഒരു പരവേശം. അല്ല, ആചാരും മാഷും ആമിനത്തെയൊക്കെ ആണല്ലോ വരുന്നത്, ഇങ്ങോട്ട് തന്നെയാണെന്നാ തോന്നുന്നത്. എന്തായിരിക്കും കാര്യം? ആ, എന്താ ആചാര്യ എല്ലാരും കൂടി? ബാല, ആ ആചാര്യ, അല്ല കുറച്ച് സ്ഥലം അങ്ങോട്ട് കണ്ടിട്ട് എന്ത് പറ്റി? ഈ പ്രതിമ തീർത്തു കൊടുക്കണ്ടായിരുന്നു. ആയി ശരി. അല്ല ബാല, എനിക്ക് വെളിച്ചപ്പാട് വാളായിട്ട് നിൽക്കുന്ന ഒരു ശില്പം ഉണ്ടാക്കി കൂടെ? ആചാര്യ അതൊക്കെ ഇരിക്ക. അല്ല ബാല, ഇനി ഇങ്ങനെ കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നു വേണ്ട. ഇനി നല്ല കാലം വരാൻ പോവുക. ആന്താ മാഷങ്ങൾ അങ്ങനെ പറയുന്നത്? ബാല, ആ ഞങ്ങളൊരു സന്തോഷ വർത്താനം പറയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അല്ല ആചാര്യ എന്നോടോ? പറയാ അമിൻതാത്ത, എന്താ സന്തോഷ വാർത്ത? നമ്മൾ അമ്മമോള് ഡോക്ടറായിട്ട് ഇങ്ങോട്ട് വരുന്നുണ്ട്. ഇന്നലെ രാത്രി ഫോൺ വിളിച്ചു പറഞ്ഞതാ. നേരാണോ ആചാര്യ? ആ, ഓക്ക് നമ്മൾ എല്ലാരും കൂടി കൂടിയിട്ട് ഒരു സ്വീകരണം കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ ചിരിക്കല്ലേ വേണ്ടത്, കരയാണോ? സന്തോഷം കൊണ്ടാണ് മാഷേ. നിങ്ങൾ വലിയ മനുഷ്യനാ ആചാര്യ. എൻ്റെ മോളെ പഠിപ്പിച്ച് ഡോക്ടറാക്കി. ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കൂല. എന്ത് ചെയ്താലാണ് ഇതിന് പരിഹാരമാവുക? ബാല, നിന്റെ മോളും എൻ്റെ മോളും എനിക്ക് ഒരുപോലെയാണ്. അതുകൊണ്ട് ഇവിടെ ജാതി മതം അങ്ങനെയൊന്നുമില്ല. മനുഷ്യനെ മനുഷ്യനായിട്ട് മാത്രം നമ്മൾ കണ്ടാൽ മതി. അതാണല്ലോ ജീവിതം. മതി, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് പറഞ്ഞ് സമയം പോവുകയാണ്. നിങ്ങൾ പെട്ടെന്ന് വേഷം മാറി മമ്മദിന്റെ വീട്ടിലേക്ക് വരി. അവിടെ നിന്നാണ് നമ്മളെ ആഘോഷം. അപ്പം ബാല, ഓട്ടെ. ശരി ആചാര്യ. രജനി, പെട്ടെന്ന് പുറപ്പെടാൻ നോക്കും. ശരി. ഓ, ആ ബാല, ആ ഞാൻ ഒരു കാര്യം പറയാൻ മറന്നുപോയി. നമ്മുടെ അമ്മൂന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ പീടിയന് മുകളിലൊരു മുറി മാറ്റി വെച്ചിട്ടുണ്ട്. അത് നമ്മൾ ഓക്ക് കൊടുത്ത വാക്കാ. ഇല്ലിക്കൽ ഗ്രാമത്തിൽ ആദ്യമായിട്ടൊരു ഡോക്ടർ വരിക, അതും നമ്മളമ്മു. നിങ്ങൾ രണ്ടുപേരും പെട്ടെന്ന് മാറ്റിയിട്ട് മമ്മദിന്റെ ചായപ്പടിയിലേക്ക് വരും. ഞങ്ങൾ അവിടെ ഉണ്ടാവും. ആയിക്കോട്ടെ. അല്ല, പടച്ചോനെ ചതിച്ചോ? അമ്മൂനെ ഞാനാ പഠിപ്പിച്ചത്, അതുകൊണ്ട് മാലയിട്ട് സ്വീകരിക്കുന്നത് ഞാനായിക്കോടാം. ലഡു എൻ്റെ വകയാട്ടോ. ചായ നമ്മളെ വകയാണേ. ആചാര്യയുടെ പോയി നമ്മളെ കൂടെ പോന്നതാണല്ലോ അല്ലേ? ആ നമ്മളെ കൂടെ പോന്നാണല്ലോ. അമ്മൂനെന്തോ വാങ്ങാൻ പോയതായിരിക്കും. കുമാര, അനക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്തൂടെ? ഇതെന്താ ഈ വൈക്കൊരു ആംബുലൻസ്? ഒന്ന് പോയി നോക്കിയാലോ? ആ, അത് ഈ ഇല്ലിക്കൽ ബാലന്റെ വീട് എവിടെയായിരുന്നു? ഇവിടെ തന്നെയാണ്, കുറച്ചപ്പുറത്ത്. അതെ, ബാലന്റെ മകൾ അമ്മുല്ലേ, അവള് ഡോക്ടറേറ്റ് പാസ്സായിരുന്നു. ആ അപ്പൊ അതിന്റെ ആഘോഷം നടക്കുന്നതിന്റെ ഇടയിൽ ടെറസിന്റെ മുകളിൽ താഴെ വീണു. ഞങ്ങൾ അപ്പം തന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചിരുന്നു. എൻ്റെ ദേവിയെ. ഹോസ്പിറ്റലിൽ എത്തുന്നതിന്റെ മുന്നേ തന്നെ മരിച്ചിരുന്നു. ഇവിടെ വിവരം അറിയിക്കാൻ വേണ്ടി ആചാര്യെ ഒരുപാട് തവണ വിളിച്ചിരുന്നു. പക്ഷെ ആചാര്യ കോൾ കിട്ടുന്നില്ല. ഡോക്ടർ പറഞ്ഞത് അവളുടെ ശരീരത്തിൽ മയക്കുമരുന്നിൻ്റെ കണ്ടന്റ് ഒരുപാടുണ്ടായിരുന്നു. അവള് മയക്കുമരുന്നിന് അടിമയായിരുന്നു.
ഒന്ന് വരുമോ? അതിലങ്ങോട്ട് പോയാൽ മതി കേട്ടോ. നിങ്ങൾ വിട്ടോളി, ഞങ്ങൾ അങ്ങോട്ട് വന്നോളാം. അതിനോട് പോയതില്ല. എന്നാ വിട്ടോ. ബാല, നമ്മുടെ മോള് നമ്മളെ ചതിച്ചു ബാല. ആചാരെ, മാഷേ, എങ്ങനെ ഞാൻ മറക്കും എന്റെ അമ്മുമോള്? എങ്ങനെ ഞാൻ മറക്കും? അവളോട് ഞാൻ എന്ത് പറയും? എന്റെ മോളല്ലേ, എനിക്ക് മറക്കാൻ പറ്റുമോ? ആമിൻത, എന്റെ മോള്. അച്ഛാ, ഓ, ഞാനിന്ന് പോവാണ് കേട്ടോ. ഇന്ന് തന്നെ പോണം മോളെ? അതെന്താ? എന്താ മോളെ അത്? അതൊന്നുമില്ല അച്ഛാ, അത് ലാബിലേക്കുള്ളൊരു സാമ്പിളാ. ഞങ്ങൾക്ക് എക്സാം ഒക്കെ വരുന്നതുകൊണ്ടേ അതിന്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ കാണിക്കാനുണ്ട്. അതിനുള്ള സാമ്പിളാ. അമ്മ എവിടെ പോയി അച്ഛാ? അമ്മ അപ്പുറത്ത് എവിടെയുണ്ടല്ലോ. നല്ല മഴ പെയ്യുന്നുണ്ടല്ലോ അച്ഛാ. എന്നാ ഞാൻ പോവാണേ. നീ വിളിക്കൂലേ? ഓ, ഞാൻ അവിടെ എത്തിയിട്ട് വിളിക്കാട്ടോ. ആ ശരിയേ. അമ്മേ, എന്നാലേ ഞാൻ ഇറങ്ങാണ് കേട്ടോ. മോളെ, ഈ പോവുകയാണോ? 2 ദിവസമല്ലായിട്ടുള്ളൂ വന്നിട്ട്. അതൊന്നും കുഴപ്പമില്ല അമ്മ, അടുത്ത തവണ വരുമ്പോ ഒരുപാട് ദിവസം നിക്കാട്ടോ. ഞാൻ ഇറങ്ങട്ടെ. ആ മോളെ. അമ്മ മഴ കൊള്ളണ്ടാട്ടോ. ഇല്ല മോളെ, മഴ കൊള്ളൂല. ഞാൻ പോട്ടെ. ആ മോളെ, പോയിട്ട് വാ. Bye. ഓക്കെ. പോവാണേ. ബൈ. ആ, എത്തിയിട്ട് വിളിക്കണേ. ആ, വിളിക്കാം.